ഞാൻ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ പ്രാക്ടീസിൻ്റെ എക്സ്പീരിയൻസും അതാണ്. നമ്മൾ 25 വർഷവും 30 വർഷവും ഒക്കെ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരെ, അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നവരെ, പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരെ ഒക്കെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ മരുന്നുകളിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു തിയറിയുടെ ബേസിലല്ല. നമ്മൾ മെഡിക്കലി തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മെഡിക്കൽ സയൻസ് തന്നെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനാണ്. പിന്നെ അത് ജസ്റ്റ് ഒരു തിയറിറ്റിക്കലായിട്ടല്ല, ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ നിന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഇതിനകത്ത് വരുന്നത് നമ്മളതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം. കൃത്യമായിട്ടുള്ള റീസൺ കണ്ടുപിടിച്ച് ഏത് അസുഖത്തിനും പല അസുഖങ്ങൾക്കും തന്നെ മരുന്നില്ലാത്തതുണ്ടാവും. ഈവൻ നമ്മളുടെ അലർജിയോ, അലർജിക്ക് നമുക്ക് മരുന്നുണ്ട്. ഇപ്പം ഈ ന്യൂറോപ്പതി പോലെയുള്ള കാര്യങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കൊക്കെ മരുന്നില്ലാത്തത് പലതും ഉണ്ടാവും. അതിൽ പലതിനും നമ്മൾ ഒരു ഇമ്മ്യൂണോ സപ്രഷൻ, ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ള ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഈ ആർത്രൈറ്റിസ് ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർ നമുക്കതിനകത്ത് മാറ്റാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കത് പ്രൂവ് ചെയ്യാനും നമുക്കത് ഒൺലി തിങ് പേഷ്യൻ്റ് അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാകണം. അത് ആദ്യം അവർ മനസ്സിലാക്കണം. എൻ്റെ പ്രശ്നം ജീവിതശൈലിയാണ്, അതുകൊണ്ടാണ് എനിക്ക് വരുന്നത്. ഈവൻ നമുക്ക് വരുന്ന സിമ്പിൾ തലവേദന പോലും, ഒരു തലവേദനയുടെ കാര്യം പോലും അപ്പോൾ പലരും പറയും മൈഗ്രെയിനിന് മരുന്നും എടുത്ത്, മൈഗ്രെയിൻ ഇല്ലാത്തപ്പോഴും പ്രൊഫൈലാക്റ്റിക് ആയിട്ട് മരുന്നും എടുത്തൊക്കെ നടക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പേഷ്യൻസിനെ കാണാറുണ്ട്. എന്നാലും സ്ഥിരം തലവേദനയായിരിക്കും. അപ്പോൾ അതിന് പലപ്പോഴും അവർ കഴിക്കുന്ന ഫുഡ് അവർക്ക് അലർജിയോ അല്ലെങ്കിൽ ഇൻടോളറൻറ്റ് ഫുഡായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ മെറ്റിക്കുലസ് ആയിട്ട് ഫോളോ ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ഫുഡും ഹാബിറ്റ്സും പാറ്റേണുകളും ഒക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനും, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഈ ഫുഡ് കഴിച്ചിട്ടാണ് എനിക്ക് തലവേദന വന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ അധികം ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.